ഹായ് ഫ്രണ്ട്സ്, ബിസി കിച്ചണിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ 4 മണി വരാറായ പഴംപൊരിയിട്ട് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടത് കുറച്ച് കൂട്ടുന്ന സാധനങ്ങൾ വേണം. അപ്പോൾ നമുക്ക് അതിനെന്തൊക്കെ വേണ്ടിയെന്ന് നോക്കാം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 1 ഗ്ലാസ് മൈദപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഉണ്ടാക്കുന്നത്, വറുത്ത അരിപ്പൊടി ഇട്ടാൽ, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ മധുരം നമ്മുടെ പാകത്തിനനുസരിച്ച് മധുരം എടുക്കുക, പിന്നെ ഒരു നുള്ളു ഉപ്പിടുക. ഈന്തപ്പഴം ഒരു 3 എണ്ണമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്ര കൂട്ടം കാര്യങ്ങളുണ്ടായി നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ പഴംപൊരി ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഇതാദ്യം എങ്ങനെ കുഴക്കണമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കുക, മൈദപ്പൊടി ഇട്ട് കൊടുക്കുക, മധുരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു നുള്ളു ഉപ്പ്, മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആവാനായിട്ട് നുള്ളു ഉപ്പ്, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി. പഴംപൊരി ഒരു മഞ്ഞ കളറല്ലായിരിക്കുക, അതിന് വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് പഞ്ചസാര, ഞാനൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടു. എല്ലാം കൂടി കുഴച്ച് ഇനി നമുക്ക് ഇത്തിരി വെള്ളം ഒഴിച്ച് നന്നായി ഇത്തിരി കട്ടിയിൽ ഇതൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അത് നന്നായി മിക്സ് ചെയ്തിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇത്തിരി കട്ടിയുള്ള മാവാക്കി എടുക്കണം കേട്ടോ. ഈ മധുരം ഒന്ന് നോക്കിയോളൂ കേട്ടോ. മധുരം ഉപ്പൊക്കെ പോരായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇട്ട് കൊടുത്തോളൂ. ഞാൻ ഏതാണ്ട് ഇത്ര കട്ടിയിൽ നമ്മുടെ മാവ് ശരിയായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ മാവ് അവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ഈ പഴത്തിൻ്റെ തൊലിയൊക്കെ അതേ കളഞ്ഞു. ഇനി നമുക്ക് പഴം വലിപ്പം കൂടുതലാണെന്ന് വെച്ചാൽ നടുമുറിച്ചിട്ട് ആയാലും ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇത്ര നീളത്തിൽ വേണമെന്ന് വെച്ചാൽ നീളത്തിൽ തന്നെ ചെയ്യാം കേട്ടോ. എന്നാൽ പ്രാവശ്യം നീളത്തിലൊന്നും ചെയ്ത് നോക്കാം. അതിന് കനം കുറച്ചിട്ട് നുറുക്കിയെടുക്കാം. നമ്മളിങ്ങനെ ഒരു പഴം എടുത്താൽ 3 കഷ്ണാക്കിയിട്ട് നുറുക്കാട്ടോ. അത് നമ്മുടെ ഓയിൽ ഇതാ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്കിത് ഓരോന്ന് മുക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പഴംപൊരി റെഡി ആയിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണയിൽ പോരാട്ടാം. നമ്മുടെ പഴംപൊരി ഇതോടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. അഭിപ്രായം പറയാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതായിരിക്കും. അതുവരെയ്ക്ക് ബൈ.